നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഷോർട്ട് കുർത്തിയാണ്. അപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ബാക്ക് ലൂപ്പ് വരുന്ന ഒരു ഷോർട്ട് കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു കോട്ടന്റെ തന്നെ ലേസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ബ്ലോക്ക് പ്രിന്റഡ് ആണ് കേട്ടോ. ബ്ലോക്ക് പ്രിന്റഡ് കോട്ടൺ തുണിയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല കോട്ടൺ തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് 2 മീറ്ററാണ് തുണി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിന് ടോട്ടൽ വിടുത്ത് വരുന്നത് 42 ഇഞ്ചിലാണ് വിടുത്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി 2 ആക്കിയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി ഇതിനെ നമ്മൾ ഒന്നും കൂടെ മടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിപ്പോ 4 ആക്കിയാണ് മടക്കിയിട്ടിരിക്കുന്നത്. വിഡ്ത്ത് വൈസ് ആണ് മടക്കിയിട്ടിരിക്കുന്നത്. കാരണം ഈ പ്രിന്റ് നമുക്ക് സ്ട്രൈറ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയിരിക്കുന്നത് കേട്ടോ. മടക്കിയിട്ടിട്ട് നമ്മൾ വിടുത്ത് നോക്കുമ്പോൾ 11, 10 മുക്കാലൊക്കെയാണ് വിടുത്ത് വരുന്നത് കേട്ടോ. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഷോർട്ട് കുർത്തിക്ക് എത്ര ലെങ്ത് വേണമെന്ന് വെച്ചാൽ 29 അപ്പോൾ 29 നമ്മൾ ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 30 മാർക്ക് ചെയ്യും. 30 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ 42 വിട്ട് വരുന്ന കാരണമാണ് നമുക്കിത് 2 ആക്കി മടക്കിയിടാൻ പറ്റുന്നത്. സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന കോട്ടൺ തുണികൾക്ക് ഇത്ര വിട്ട് വരാറില്ല. അപ്പൊ എല്ലാ തുണിയിലും നമുക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 29 + 1 ഇഞ്ചും കൂടെ കൂട്ടിച്ചേർത്തിട്ട് 30 ഇഞ്ചിലാണ് ഞാനിവിടെ ലെങ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മാർക്കിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ഷോൾഡർ വന്നിരിക്കുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ചിന് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോകുന്നത് 7 ഇഞ്ചാണ്. ഇങ്ങോട്ട് ബാക്കി പറയാം. 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഞാൻ ബാക്ക് ലെങ്ത് 7 ഇഞ്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഒരു 1.25, അതായത് ഒരു 1.25 നമ്മൾ ഈ 7 ഇഞ്ചിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ 5.25 നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അപ്പൊ ഷോൾഡർ നമ്മൾ 5.25 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ആം ലെങ്ത് വരുന്നത് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ചെസ്റ്റ് റൗണ്ട് 34 ആണ്. 34ന്റെ 4/1 കാണുമ്പോൾ 8.4 ആണ്. 8.4 നമ്മളിവിടെ, അതായത് 34ന്റെ 4/1 8.4 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. 8.4 മാർക്ക് ചെയ്തു. പിന്നെ അതിന്റെ കൂടെ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ വിടുകയാണ്. അതേപോലെ തന്നെ 9.5 ഇങ്ങോട്ട് താഴത്തോട്ട് മാർക്ക് ചെയ്യുന്നു. സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇത് നിങ്ങൾക്ക് ഏതൊക്കെ സൈസിന്റെ അറിയണം എന്നുണ്ടെന്ന് വെച്ചാൽ അതും പറഞ്ഞാൽ ഞാൻ അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെയും നമ്മൾ 8.4 തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ബ്രസ്റ്റ് റൗണ്ടും അത്ര തന്നെയാണ് വരുന്നത്. പലരിലും പല വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും. 1.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക്. നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്ന വേസ്റ്റ് റൗണ്ടാണ് 13 ഇഞ്ചില്. അപ്പോൾ ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 29 ആണ്. 29ന്റെ 4/1 എന്ന് പറയുന്നത് 7.4 ആണ്. 7.4 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു. ഇനി എനിക്ക് അത്യാവശ്യം വയറുള്ള ഒരാളാണ്. വയറുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗത്തെ മെഷർമെന്റും കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വയറിന്റെ വശത്തെ മെഷർമെന്റ് വരുന്നത് 34 തന്നെയാണ്. അപ്പൊ നമ്മൾ 8.4 മാർക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ മുകളിൽ നിന്ന് 13 ആണല്ലോ എടുത്തത്. നമ്മളൊരു 17ന്റെ ഉള്ളില് ഒരു മാർക്ക് ചെയ്യണം. ഇതിപ്പോ എല്ലാവർക്കും എടുക്കണമെന്ന് വരില്ല കേട്ടോ. ഈ വയറുള്ളവർക്ക് മാത്രം ഈ ഒരു പോർഷൻ എടുത്താൽ മതി. ഇല്ലെങ്കിൽ വേസ്റ്റ് റൗണ്ട് വെച്ചിട്ട് പിന്നെ എടുക്കേണ്ടത് ഹിപ്പ് റൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ വയറുള്ളത് കൊണ്ട് ഒരു 8.4, ഞാനിവിടെ 34 വയറിന്റെ ഭാഗത്ത് വണ്ണം വരുന്നത്. അതിന്റെ 4/1 കാണുമ്പോൾ 8.4, പിന്നെ 8.4 മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ഹിപ്പ് റൗണ്ട് ആണ്. ഹിപ്പ് റൗണ്ടും അത് നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പൊ ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന ലെങ്ത് എന്ന് പറയുന്നത് 29 ആണ്. അതുകൊണ്ട് കോമൺ ആയിട്ട് 20ലൊക്കെയാണ് ഹിപ്പ് റൗണ്ട് വരുന്നത്. പക്ഷെ എനിക്ക് വയറുള്ളത് കൊണ്ട് നമുക്ക് താഴത്തെ ഇറക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു 18-19 ഞാൻ വെച്ച് നിർത്തും കേട്ടോ. അപ്പൊ ഇവിടെ ഹിപ്പ് റൗണ്ട്, അതായത് ഹിപ്പ് റൗണ്ട് നമ്മള്
ഹിപ്പിന്റെ അവിടെ നിന്നാണല്ലോ നമ്മൾ സ്ലിറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് കുർത്തി ആണെങ്കിൽ നമ്മൾ സ്ലിറ്റ് കൊടുക്കുമല്ലോ. എന്താ വെച്ചാൽ വയറുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇറക്കി കൊടുത്താൽ വയറ് മാത്രം തള്ളിയായിട്ട് നിൽക്കും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 19 ലെങ്ത്തിൽ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്ര തന്നെ നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ഈ വയറുള്ളത് കൊണ്ട് ഈ ഒരു ലെങ്ത് തന്നെയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊന്ന് വരച്ച്, അപ്പൊ ഇതിങ്ങനെ താഴത്തോട്ട് അങ്ങ് മാർക്ക് ചെയ്തേക്കട്ടെ. കുറച്ച് കൂട്ടി ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് ലെങ്ത്തിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ പോർഷനിലോട്ട് വരാണ്, റൗണ്ടിലോട്ട് വരാണ്. ഇവിടെ നമ്മൾ ഒരു 1/4 ഇഞ്ച് നമ്മൾ സ്ലോപ്പിന് വിടുന്നു, 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ്ങിന് വിടുന്നു. ബാക്കിയുള്ളതിൻ്റെ മിഡ് പോയിന്റ് കാണുന്നു, വരയ്ക്കുന്നു. അതിൻ്റെ പോയിന്റ് കണ്ട് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കുന്നു. ഈ പോയിന്റും ഈ പോയിന്റ് വരത്തക്ക രീതിയിൽ ഒരു റൗണ്ട് ഒന്ന് വരയ്ക്കുന്നു. എല്ലാം നമ്മൾ പെട്ടെന്ന് വരയ്ക്കുക. അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനുള്ളതും നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പൊ ഈ പോർഷൻ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞു നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഇതാണല്ലോ. ഇത് ചെസ്റ്റ്, ബ്രസ്റ്റ്, വേസ്റ്റ്. ഈ വേസ്റ്റ് റൗണ്ട് ഇവിടെ നമ്മൾ ഡാർട്ട് മാർക്ക് ചെയ്യണം. ഒരു 3.5 ഇഞ്ച് കെട്ടിൽ ഡാർട്ട് മാർക്ക് ചെയ്യാണ്. അത് നമുക്ക് വേണമെങ്കിൽ വയറിൻ്റെ ഈ പോർഷൻ വരെ വേണമെങ്കിൽ മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇത് ബാക്കിലേക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് വരും. നമുക്ക് ലൂപ്പ് കൊടുക്കണമല്ലോ. ഇനി ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മൾ 1/4 ഇഞ്ചോ 1 ഇഞ്ചോ എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് മാർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര ഷേപ്പ് വേണം എന്നതിനെ അനുസരിച്ചിരിക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഫിഷ് ഡാർട്ട് പോലെ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇല്ലാച്ച ഒരൊറ്റ വരയിൽ നിങ്ങൾ ഒതുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡാർട്ടിന്റെ കാര്യം വരുന്നത് കേട്ടോ. ഇത്രയാണ് ഡാർട്ട്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ചുരുങ്ങി പോകും. അപ്പൊ അത് നല്ല ഷേപ്പിൽ അത് നിന്നോളും. പിന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മള് ഇതിനെ 2ആക്കി മാറ്റാം. ഇതാണ് ബാക്ക് പോർഷൻ. ഇത് നമ്മൾ മാറ്റി വെക്കാം. അപ്പൊ ഇത് നമ്മള് ഇതും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പൊ 2ആക്കി നോക്കാം. ജസ്റ്റ് ഇങ്ങനെ വെക്കാം, കറക്റ്റ് ലെവലിന് വെക്കാൻ. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എളുപ്പപ്പണിയാണ്. നമ്മൾ ഈ ഒരു പോർഷൻ ഇവിടെ മാർക്ക് ചെയ്യാൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതാണുള്ള ബാക്ക് പോർഷനിലാണല്ലോ നമ്മൾ ലൂപ്പ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് ഫ്രണ്ടിൽ ഞാൻ ഡാർട്ട് തന്നില്ല, ഞാനത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വരച്ചു. നമ്മൾ ഒരു 1/2 ഇഞ്ചിനോടും 1 ഇഞ്ചിനോടും നോക്കിയാൽ ഇവിടെ പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ പോയിന്റ് വരുന്നത് ഇവിടെയാണ്. നമുക്ക് ഇതൊന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ വരച്ചു എന്നുള്ളേ ഉള്ളൂ. ബാക്കിലെ ഡാർട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ. സ്ലീവിനുള്ള നമ്മൾ എടുത്തു. ഇനി നമ്മൾ ബാക്ക് പോർഷൻ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇനി എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നു മാത്രം. നമ്മൾ ബാക്ക് പോർഷൻ്റെ ഭാഗം എടുക്കുക, കറക്റ്റ് ലെവലിൽ വെക്കുക. എന്നിട്ട് ഇതൊന്ന് നമ്മളിങ്ങനെ അളന്ന് നോക്കാം കേട്ടോ, എത്ര കിട്ടുന്നു എന്നറിയാം. ആദ്യമായിട്ട് ചെയ്യുന്നവർ എന്തായാലും 2-3 വട്ടം അളന്ന് നോക്കിയിട്ട് വേണം. ഇവിടെ ഒരു 9.5 എനിക്ക് അളന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 9.5 വന്നിരിക്കുന്നത്. 9.5 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു 8.5 മാർക്ക് ചെയ്യണം. 9.5 എന്ന് പറഞ്ഞാൽ 8.5 മാർക്ക് ചെയ്യണം. നിങ്ങൾക്ക് എത്രയോ വരുന്നു അതിന് 1 ഇഞ്ച് കുറച്ച് നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇവിടെ 9.5 ആയതുകൊണ്ട് ഞാനിവിടെ 8.5 മാർക്ക് ചെയ്യുന്നു. പിന്നെ ഈ ടോപ്പിൽ നിന്നും നമ്മുടെ ഡെപ്ത് കൊടുക്കാനായിട്ട് ഒരു 3.5 മാർക്ക് ചെയ്യുന്നു. അതേപോലെ ഇവിടെയും ഒരു 3.5 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇത് രണ്ടും യോജിപ്പിച്ച് വരയ്ക്കുന്നു. സ്ലീവിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും കേട്ടോ. ഒരു വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ഇങ്ങനെ വരച്ചു കൊടുക്കാം. 1 ഇഞ്ച് വിട്ടിട്ട് മുകളിൽ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് ഇതിൻ്റെ ഒരു
അപ്പൊ ആദ്യം നമ്മളിങ്ങനെ മാർക്ക് വെക്കാം. അരയിഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഈ 1 ഇഞ്ച് വിട്ടുകൊടുത്തുനിന്ന് ഇത് വഴി ഇങ്ങനെ ഒരു പോലെ കൊടുക്കാം. ഈ സ്കെയിൽ ഇങ്ങനെ മറച്ച് വെച്ചിട്ട് ഈ കോണിലേക്ക് ഇതൊക്കെ ഞാൻ വലിയതിനൊന്നും വരച്ചില്ലായിരുന്നു, വരച്ചു കൊടുത്ത് എത്തും. എന്നിട്ട് ഇത് അളന്ന് നോക്കുമ്പോൾ 9.5 ഇവിടെ കിട്ടണം. നിങ്ങൾക്ക് എത്ര കിട്ടിയോ ആ കിട്ടിയത് ഇവിടെ കിട്ടണം. എന്നാലേ സ്ലീവ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് ചേച്ചും പിടിച്ചൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് വരും. എനിക്ക് ഇവിടെ കറക്റ്റ് 9.5 വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഒന്നും ചെയ്യാൻ പോണില്ല കേട്ടോ. അപ്പൊ ഇനി നമ്മളിവിടെ ഒരു എൻ്റെ സ്ലീവിൽ നിന്ന് ഞാൻ ഒരു 6 ഇഞ്ച് 5.5 ഇഞ്ച് ലെങ്ത്തിൽ ഒരു 5.5 എന്നിവിടെ മാർക്ക് ചെയ്യാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാണ്. പിന്നെ തൊട്ട് താഴെ ഒരു 12 ഇഞ്ച് ലെങ്ത്തിൽ 3/4 ലെങ്ത് ആയിട്ട് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാണ്. 1 ഇഞ്ചിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നത്, ഒരു ഈ കോണിൽ നിന്നും ഈ കോണിലോട്ട് ഒരു വൈഡായിട്ട് ഇങ്ങനെ കൊടുക്കാം. അറ്റം വരെ കൊടുക്കണ്ടല്ലോ. എന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടെ ഒരു 1 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കെർവ് ചെയ്ത് വരച്ചു കൊടുക്കും. കെർവ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വരച്ച് മാർക്ക് ചെയ്യാൻ കേട്ടോ. കട്ട് ചെയ്ത് കളയാനാണ്, എന്നാലേ ആ ഒരു റൗണ്ട്നെസ് കിട്ടത്തുള്ളൂ. പിന്നെ ഇത് നമ്മളൊന്ന് കൂട്ടി വെച്ചിട്ട് കാണും. ഇനി ഇതൊന്ന് നിവർത്തിയിട്ട് കൊടുത്ത്, അതിപ്പോൾ നല്ല വശമായിട്ടാണ് കിടക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ നിവർത്തിയിട്ടിട്ട് നല്ല വശമല്ല എന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇട്ടിട്ട് വേണം വയ്ക്കാനായിട്ട്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഭാഗം അതിന് വേണ്ടിയിട്ട് ഇവിടെ നോച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സ്ലീവിന്റെ കാര്യം. ലൂപ്പിനുള്ളത് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്തതൊക്കെ സെയിം മെഷർമെന്റ് തന്നെ കേട്ടോ. അപ്പൊ ഇതാണ് ബാക്ക് സൈഡ്. ബാക്ക് സൈഡ് വരത്തക്ക രീതിയിൽ തന്നെയാണ് ഞാൻ ലൈനിങ് വെക്കാൻ പോണത്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ നല്ല വശം ഇതിന്റെ നല്ല വശം വരത്തക്ക രീതിയിൽ നമ്മളിവിടെ നോച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ നോച്ചും കൂടെ സെന്ററിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെക്കുക. പിൻചിമ്പിൾ കൊടുക്കാം. 4 മൂലയും ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷനിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലും നമ്മൾ ബാക്കിൽ ലൂപ്പ് അറ്റാച്ച് ചെയ്യാനാണ്. അപ്പോൾ ബാക്ക് പോർഷൻ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ലൂപ്സ് നമുക്ക് കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നോരോന്നും ഇവിടെ ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ മടക്കി കൊടുത്ത്, ഇതിപ്പോൾ നല്ല വശമാണ് കേട്ടോ, നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല വശമാവും. എന്നിട്ട് ഇതേപോലെ ലൈൻ നമ്മൾ ഇവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്താണല്ലോ, അവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് ഓരോ ലൈനിലും നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങൊക്കെ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഇങ്ങനെ മടക്കാം. കറക്റ്റ് എന്നിട്ട് അയൺ ചെയ്യണം നന്നായിട്ട്. ഇതിങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം ഈ ഒരു പോയിന്റ് ഇടുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഫോണിനെ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയായിരുന്നല്ലോ. അതേപോലെ ഒരു ചിരിച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ കാര്യം കേട്ടോ. അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ നിൽക്കുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞേക്കണം കേട്ടോ. എക്സ്ട്രാ നിൽക്കുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞേക്കണം. ഇങ്ങനെ മടക്കി അയൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് നോക്കാം എങ്ങനെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് നമുക്ക് എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാല് കണ്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം. അപ്പൊ കണ്ടോ, ബാക്ക് വശം നമ്മൾ വളരെ നീറ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അയൺ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. ഇതിനി നമ്മൾ ഈ നല്ല വശം ഫ്രണ്ടും ബാക്കും കൂടെ ജോയിൻ ചെയ്യുക. ഷോൾഡർ ഓപ്പൺ ചെയ്യുക. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇതിങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം വെച്ചിട്ട് അടിക്കാം.
ഇവിടെ ലോക്കും ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്ലീവ് എടുത്തേക്കാണ്. സ്ലീവ് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സ്ലീവിൻ്റെ ഈ അരു അടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ഒരു ചെറിയ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം, ഇത് ബാക്ക് സൈഡാണ്. അപ്പോൾ ബാക്ക് സൈഡ് വെച്ചിട്ട് മറിച്ചിട്ട് ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് നമ്മൾ ഈ ലൈസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. മനോഹരമായി നമ്മൾ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ടോപ്പിൻ്റെ ആൻഡ് പോർഷനിലും ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ സ്ലീവിൻ്റെ പോർഷനിൽ ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഈ നോച്ച് എടുത്തൊക്കെ രീതിയിലാണ്. അപ്പോൾ ഇത് ഇപ്പുറത്തെ സ്ലീവാണ്. അത് നോക്കിയിട്ട് വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ രണ്ട് ഇതിലും നമ്മൾ നോച്ചിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ സൈഡിലേക്കാണ്. അപ്പോൾ നമ്മൾ സെൻറ്റർ പോർഷൻ ഇങ്ങനെ നേരെ വയ്ക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവും അറ്റാച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ചെയ്യാനുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് ജോയിൻ ചെയ്യുമ്പോൾ സ്ലിറ്റ് കുറച്ച് ഭാഗം വരും, ആ സ്ലിറ്റ് മടക്കി അടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ എങ്ങനെയാണ് ഈ ലൂപ്പ് ചെയ്യുന്നത്, അത് ഈ വള്ളി എങ്ങനെ ഇതിലിടണേ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ലെങ്ത്തിലാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇപ്പോൾ നെക്സ്റ്റ് നമ്മളിതിൻ്റെ എൻഡ് നമ്മൾ ഫസ്റ്റത്തേൽ ഇങ്ങനെ പുറത്ത് കൊടുക്കുക, ഇവിടെ നിന്നും ഇങ്ങനെ പുറത്ത് കൊടുക്കാം, എന്നിട്ട് ഒപ്പത്തിനായിട്ട് എടുക്കാം. ഒപ്പം വരുന്ന രീതിയിലായിട്ട് വേണം നിൽക്കണം കേട്ടോ. അപ്പം ഇത് ഒപ്പായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ചെയ്യണത്, ഇവിടുത്തെ വള്ളി ഇവിടുത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ തട്ടിലിടാം, ഇപ്പുറത്തെ വള്ളി ഇപ്പുറത്തെ രണ്ടാമത്തെ തട്ടിലിടാം. അപ്പം അങ്ങനെ എല്ലാം ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ അത് ചെയ്യാം കേട്ടോ. ഞാൻ ഇതേപോലെ പീസ് എടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ അറ്റത്തിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു അടി കൊടുക്കാണ്. എന്നിട്ട് ഇതിങ്ങനെ മുറുക്കണമെങ്കിൽ മുറുക്കുക, ആവശ്യാനുസരണം മുറുക്കി സെറ്റ് ചെയ്തിടാം. ഇട്ട് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. ഇത്രയേ ഉള്ളൂ മനോഹരമായിട്ടുള്ള ഒരു കുർത്തി, അതായത് ഷോർട്ട് കുർത്തി തയ്യാറാക്കിയിട്ടുണ്ട്. ബാക്കിൽ ലൂപ്പ് വരുന്നത്. അപ്പോൾ ഇനി ഇതിലുള്ള ഹെമ്മിങ് ആണ്, അത് ചെയ്ത് കഴിഞ്ഞ് ഫിനിഷായി കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ സ്ലീവ് പാകിസ്ഥാനി സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തി ചെയ്തെടുക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.